വടക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഭക്തജന തിരക്ക് വർദ്ധിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. വടക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഭക്തജന തിരക്ക് വർദ്ധിച്ചു. ദക്ഷിണകാശി എന്ന് വിശേഷിപ്പിക്കുന്നതാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ആരാധനാ രീതിയുള്ള ആഘോഷത്തെ മലബാറിന്റെ മഹോത്സവം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 28 ദിവസങ്ങളിലായിട്ടാണ് മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത്. ജൂൺ 2 നീരെഴുന്നള്ളത്തോടെ തുടക്കമിട്ട ചടങ്ങുകളിൽ നാടിന്റെ നാനാദിക്കുകളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ദർശനം നടത്തി സായുജ്യമടയുന്നത്. ജൂൺ 28 ആയില്യം ചതുശതം ദിനത്തിൽ വൻ തിരക്കാണ് അക്കരെ കൊട്ടിയൂരിലെ സ്വയംഭൂ സ്ഥാനത്തെ ആരാധന സ്ഥലത്ത് അനുഭവപ്പെട്ടത്. ജൂൺ 30 ഞായറാഴ്ചയാണ് പ്രധാന ചടങ്ങുകളിലൊന്നായ മകം കലംവരവ്. ജൂലൈ 3 അത്തം ചതുശതം നാളിൽ വാളാട്ടവും കലശപൂജയും നടക്കും. ജൂലൈ 30 മകം നാളിൽ ഉച്ചശീവേലിക്ക് ശേഷം സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം അനുവദിക്കില്ല. വൈശാഖോത്സവത്തിലെ പെരുമാളിനെ കാണാൻ ഓരോ വർഷവും വിശ്വാസികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഇവിടെ ജൂലൈ 4 തൃക്കലശാട്ടോടുകൂടിയാണ് മഹോത്സവത്തിന് സമാപനമാവുക. എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ്, ദിവ്യക്ക് അഭിയെയും. അപ്പൊ എങ്ങനെയാ, അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ? വിഷമായോ? എന്ത് വിഷമം? അവളുടെ സ്വപ്നം നടക്കട്ടെ. അച്ഛാ, കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ. അപ്സലേ, നമ്മുടെ തെക്കേപ്പറമ്പ് നോക്കാൻ വന്ന നാസറിന്റെ മോനില്ലേ, അവനോട് നാളെ തന്നെ വരാൻ പറ. രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ. അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ. IAS. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.